അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകളുടെ ഭാവി ലോകം ഉറ്റുനോക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ വീണ്ടും കരിനിഴൽ വീഴുകയാണ്. ചർച്ചകളിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രകടിപ്പിച്ച അവിശ്വാസം വിപണികളെ ഉലയ്ക്കുകയും ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ വർധനവിന് കാരണമാവുകയും ചെയ്തു. സൈനികമായ തയ്യാറെടുപ്പുകളുമായി US കപ്പലുകൾ മേഖലയിൽ എത്തുമ്പോൾ തിരിച്ചടിക്ക് തയ്യാറെടുക്കുന്ന ഇറാന്റെ നിലപാടുകൾ സംഘർഷ ഭീതി വർദ്ധിപ്പിക്കുന്നതാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു തർക്കം മാത്രമല്ല ഇത്. ആഗോള ഊർജ്ജ വിപണിയെയും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയും ഒക്കെ ബാധിക്കുന്ന ഒരു വൻ പ്രതിസന്ധിയാണ്. നയതന്ത്രം പരാജയപ്പെട്ടാൽ അത് ആഗോള സാമ്പത്തിക ക്രമത്തെ തന്നെ ഒരുപക്ഷെ മാറ്റിമറിച്ചേക്കാം. അമേരിക്കയും ഇറാനും നടത്തിവരുന്ന ആണവ ചർച്ചയുടെ അനന്തരഫലം എന്താകുമെന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ലോകവിപണിയിൽ ഇതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചയും. ഇപ്പൊ തന്നെ ക്രൂഡ് ഓയിൽ കുതിപ്പിന് ഇതിടയാക്കിയിട്ടുണ്ട്. $66 ഉണ്ടായിരുന്ന ബ്രെന്റ് ക്രൂഡ് വില ഇപ്പോൾ 72 എത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 17-നും 18-നുമായി 2 യുദ്ധക്കപ്പലുകളാണ് അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് അയച്ചത്. യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് ഇവ എത്തിയിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച പൊളിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മാറിമറിയും. ട്രംപിന്റെ ഉത്തരവ് മാത്രം ലഭിച്ചാൽ മതിയെന്നും സൈന്യം സജ്ജമാണെന്നും റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം, സ്വർണം തുടങ്ങി ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വസ്തുക്കൾക്കും വില കൂടി വരുന്നുണ്ട്. ചർച്ച പരാജയപ്പെടുകയും അമേരിക്ക ആയുധമെടുക്കുകയും ചെയ്താൽ എല്ലാത്തിന്റെയും വില റോക്കറ്റ് വേഗത്തിൽ കുതിക്കും. ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ വിപണി വിദഗ്ധരും പറയുന്നത്. സ്വർണം കൂടുന്നതിനേക്കാൾ ലോകവിപണിയെ പിടിച്ചുലയ്ക്കുക ക്രൂഡ് ഓയിൽ വിലയാകും. അമേരിക്ക പടിവാതിൽ എത്തി നിൽക്കുമ്പോഴും ഇറാൻ സ്വരം മയപ്പെടുത്തുന്നില്ല. ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറയുന്നു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം സൈനിക അഭ്യാസത്തിന് വേണ്ടി അല്പനേരം ഇറാൻ ഹോർമൂസ് പാത അടച്ചിരുന്നു. ഇതെല്ലാം ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. വിപണി അസ്ഥിരമായാൽ നിക്ഷേപകർ സ്വർണം വാങ്ങിക്കൂട്ടുകയും സ്വർണ്ണവില കുതിക്കുകയും ചെയ്യും. 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള കപ്പൽ പാതയാണ് ഇറാൻ അതിർത്തിയിലെ ഹോർമൂസ് കടലിടുക്ക്. പശ്ചിമേഷ്യയിൽ നിന്ന് പുറം ലോകത്തേക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുപോകുന്നത് ഇതുവഴിയാണ്. ലോകത്തെ മൊത്തം കടൽ വഴിയുള്ള എണ്ണയുടെ 31% ഇതിലൂടെ പോകുന്നുണ്ട്. ഇറാൻ ഈ പാത തടഞ്ഞാൽ എണ്ണ കിട്ടാതാകും. വില കുത്തനെ കുതിക്കുകയും ചെയ്യും. റഷ്യയും ഇറാനും ചേർന്ന് സംയുക്ത സൈനിക അഭ്യാസം ഒമാൻ ഉൾക്കടലിൽ നടത്തിയതും മേഖലയിലെ ആശങ്ക പരത്തുന്നതാണ്. അമേരിക്ക ഒരു ഭാഗത്ത് തമ്പടിച്ച് നിൽക്കവെയായിരുന്നു സൈനിക അഭ്യാസം. ഇറാൻ ഹോർമൂസ് കടൽപാത തടഞ്ഞാൽ അമേരിക്ക പെട്രോളിയം റിസർവ് തുറന്നു കൊടുത്തേക്കും. എങ്കിലും ലോകത്തിന്റെ എണ്ണ ആവശ്യം പൂർത്തിയാക്കാൻ ഇത് മതിയാകില്ല. ക്രൂഡ് ഓയിൽ വില ഉയരണം എന്ന് തന്നെയാണ് സൗദി അറേബ്യയുടെയും ആഗ്രഹമെന്ന് പറയേണ്ടി വരും. എന്നാൽ ഇറാനിൽ ആക്രമണം നടത്തുന്നത് മൂലമുള്ള വിലക്കയറ്റം സൗദിക്ക് വൻ തിരിച്ചടിയാകും. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ തിരിച്ചടിക്കുന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങളിലായിരിക്കും. അതാകട്ടെ എല്ലാ GCC രാജ്യങ്ങളിലുമുണ്ട്. കൂടാതെ ഇറാനിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ പശ്ചിമേഷ്യൻ വിപണിയിൽ സുലഭമാണ്. യുദ്ധമുണ്ടായാൽ അതെല്ലാം നിലയ്ക്കുന്നതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. പശ്ചിമേഷ്യയിലെ ഓരോ നീക്കവും ലോകത്തെ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്കോ അല്ലെങ്കിൽ നയതന്ത്ര വിജയത്തിലേക്കോ ഒക്കെ എത്തിച്ചേക്കാം. അമേരിക്കയുടെ സൈനിക കരുത്തും ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ സ്വാധീനവും തമ്മിലുള്ള പോരാട്ടത്തിൽ വിപണികൾ അസ്ഥിരമായി തുടരുകയാണ്. ഹോർമൂസ് പാതയുടെ സുരക്ഷിതത്വം ആഗോള വിപണിയുടെ ജീവനാഡിയാണ്. അത് തടസ്സപ്പെടുത്തുന്നത് ലോകമെമ്പാടുമുള്ള സാധാരണക്കാരന്റെ ജീവിതത്തെ നേരിട്ട് ബാധിക്കും. സമാധാന ചർച്ചകൾക്ക് അവസാന അവസരം നൽകിക്കൊണ്ട് ലോകം കാത്തിരിക്കുമ്പോൾ യുദ്ധം ഒഴിവാക്കുക എന്നത് മാത്രമാണ് ആഗോള സുരക്ഷയ്ക്കുള്ള ഏക മാർഗം. വിവേകപൂർണമായ നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇന്ധനവിലയിലും സ്വർണ്ണവിലയിലും വൻ കുതിച്ചുചാട്ടം തന്നെ പ്രതീക്ഷിക്കാം.